ഫ്രണ്ട്സ്, ഗുഡ് ഈവനിങ്. ഇത് ജ്വാല വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങളൊരു അമ്മായിയമ്മ പോരെയാണ് ഇതിനകത്ത് ഞങ്ങൾ അവതരിപ്പിച്ച് കാണിക്കുന്നത്. ഒരു അമ്മായിയമ്മയ്ക്ക് 2 മരുമകളാണ്. ഈ അമ്മായിയമ്മ ഭയങ്കര പാർഷ്യാലിറ്റി കാണിക്കുന്ന ഒരാളാണ് കേട്ടോ. അവർക്ക് ഇളയ മരുമകളെ ഭയങ്കര ഇഷ്ടമാണ്. എന്നാൽ അവർ മൂത്ത മരുമകളെ അത്രമാത്രം വെറുക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ കൺക്ലൂഷൻ നിങ്ങൾ കാത്തിരുന്ന് കാണുക. അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടല്ലോ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം കേട്ടോ. എനിക്ക് വീഡിയോയിലേക്ക് നമ്മളിമേ വിശേഷം എന്നാ ഉണ്ട്? വിജയാണ്ടി വിഷു ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? പിള്ളേർ 2 പേരും വന്നോ? ഇതൊക്കെ വളരെ ഗെയിമായിരുന്നു. ഒരു കൊച്ചിനെ മറന്നുപോയോ? പിള്ളേർ 3 പേരും. കൊച്ചുമോള് വിഷുവിന് വീട്ടിൽ പോയിരിക്കുക, വലിയമോള് പോയാലും ഇവിടെ ഉണ്ട്. വലിയ മരുമോൾ അടുക്കളക്കകത്തുണ്ട്, കൊച്ചുമോള് വീട്ടിൽ പോയിരിക്കുന്നു. ഇപ്പം വരും, അക്കരെ വഴി വന്ന് വണ്ടിയിൽ ഇറങ്ങിയെന്ന് പറഞ്ഞു. അപ്പം ഇങ്ങ് വരും. വിളിച്ചോ? വിളിച്ചു, ഇപ്പം വരുമെന്നാ പറഞ്ഞത്. ഇനി വരാറാകുമ്പം വിളിക്കുമായിരിക്കും. വിളിക്കണോ ഇനി? കൊച്ചുമോൾ ഇപ്പം വരുമെന്നാ പറഞ്ഞു. വരുമെന്നാ പറഞ്ഞത്. വരുന്നുണ്ട്. കൊച്ചുമോള് വേണ്ട വന്നു വിഷുവൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? വിഷുവൊക്കെ വളരെ വേഗമായിരുന്നു. ഞങ്ങളിങ്ങനെ കുടുംബത്തിൽ കുടിക്കൊണ്ടിരിക്കുകയാണോ? ഞാൻ വീട്ടിൽ പോയി. എനിക്ക് വിഷു കഴിഞ്ഞിട്ടൊന്നും തന്നില്ല. പിന്നെ എൻ്റെ അച്ഛൻ എനിക്കൊരു മാലയൊക്കെ മേടിച്ചു തന്നു. കാണണോ? ഇത് കണ്ടോ? ഇത്രയും വലിയ മാലയാണ് മേടിച്ചു തന്നെ. എല്ലാരും ഒന്ന് കണ്ടേ. ഇതിന് 3-4 പവനുണ്ടല്ലോ. ഉണ്ട്. ഇത്രയും വലിയ മാല മേടിച്ചു തന്നെ. ഇവിടെ മാലയാണ്. കൊള്ളാലോ. കോളടിച്ചല്ലോ. കൊറേ നാളായി വാങ്ങി വെച്ചിട്ടെ. വിഷുവിന് വരുമ്പോ തരാന്നും പറഞ്ഞിരുന്നായിരുന്നു. വീട്ടിലുള്ള ആൾക്കാരെ എല്ലാം കളിപ്പിക്കാൻ വേണ്ടി വിഷുവിന് പോയത്. അതെങ്ങനെയുണ്ട്? കൊച്ചുമോള് പോയാലേ വല്ലതൊക്കെ കിട്ടത്തുള്ളൂ. രൂപയാണേലും സ്വർണ്ണമാണേലും ഒക്കെ അവിടെ വിട്ടു. അവർ നേരം കഴിവൊക്കെ ഉണ്ട്. അതിലൂടെ ഒരു മൂത്ത മരുമോളുണ്ട്. 10 വയസ്സിലെ ഉപകാരം വീട്ടുകാർ ചെയ്യത്തില്ല. അവിടെ ഒന്നുമില്ലെന്നേ, ചുമ്മാ. ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ പോകണം കേട്ടോ. പോകണം. പിന്നെ എനിക്ക് തരും, എൻ്റെ അപ്പനൊക്കെ എനിക്ക് തരും. അല്ലാതെ ഇതുപോലൊന്നും അല്ല. മിറ്റ അടിക്കാറായി. മൂത്ത അവൾ എവിടെ പോയി കിടക്കുക? നേരം സന്ധ്യയായി. അയ്യോ, അമ്മ എന്നെ വിളിച്ചായിരുന്നു. അമ്മേ മിറ്റ അടിക്കാൻ പോയി. എന്നെ വിളിച്ചോ? മിറ്റ അടിക്കണം. ഞാൻ അടിക്കാം. അമ്മ അവിടെ ഇരുന്നോണേ, ഇരുന്നേക്കരുതേ. നല്ലപോലെ അടിക്കടി വേണേ കരിയിലെല്ലാം കളഞ്ഞു പോവാൻ. ഇത്ര കുഞ്ഞിലെ എങ്ങനെയാ നടുവേദന ഉണ്ടാകുന്നത്? കൊച്ചിനെ മാത്രം ഇട്ട് പണിയിപ്പിക്കുന്നത്. ഇളയ പെൺകൊച്ചിനെ പറയല്ലേ. അവള് കുഞ്ഞിലെ കല്യാണം കഴിച്ചോണ്ടോ നമുക്ക് വീട്ടിലെ പണി ഒന്നും അറിയത്തില്ല. പിന്നെ അത് തന്നെയല്ല, ഇപ്പൊ അത്ര അകലെ നിങ്ങോട്ട് വന്നേരം അവള് പോയി എഴുതാനും പോയി ഇരിക്കട്ടെ തുടങ്ങാൻ. ഈ വല്ലതൊക്കെ ചെയ്യണ്ട, വെറ്റം കോരോ അടിക്കോ വെള്ളം കോരോ വല്ലതൊക്കെ ചെയ്യും. ഞാൻ മിറ്റമൊക്കെ അടിച്ചു. അമ്മ കഴിച്ചു. പത്രം കഴിയാൻ ഒത്തിരി കിടപ്പില്ലേ? എനിക്ക് മേലമ്മേ. ആ തുണിയെല്ലാം ഒന്ന് ഇടയ്ക്ക് പെറുക്കി വെച്ച് എന്ന് പറയാം. അങ്ങനെ പണി ചെയ്യാതെ പറ്റുമോ? കുടുംബശ്രീ വന്നപ്പോ നമ്മുടെ ഇന്ന് പായസമൊക്കെ കുടിച്ചോണ്ടാന്ന് തോന്നുന്നു. ഭയങ്കര ക്ഷീണം, ഉറക്കം വരുന്നു. അതുപോലെ ചൂടും അല്ലേ. എന്താർക്കും ഉറക്കം വരുന്നൊന്നുമില്ലേ? പിന്നെ അവര് ഉറങ്ങിയായിരിക്കും. അത് കാണുന്നില്ല ഇപ്പം. ഇത്രയും നേരം അവിടെ അതിന് ഇവിടുത്തെ മൂത്ത മരുമോള് മാത്രമേ അങ്ങോട്ട് കയറിയുള്ളല്ലോ. ഞങ്ങൾ ആരും ഇവിടുന്ന് അങ്ങോട്ട് കയറിയില്ല. എനിക്കറിയത്തില്ല, ഞാൻ വെച്ച സാധനം അവിടെ ഇല്ല. എനിക്കത് കിട്ടിയേ പറ്റുള്ളൂ. ഞാൻ പിന്നെ അമ്മയോടല്ല, പിന്നെ ആരോടാ പറയുന്നത്? എനിക്ക് അമ്മയോടല്ലേ പറയാൻ പറ്റുള്ളൂ. എന്നാ അങ്ങനെ കയറി നോക്കാം. വേറെ നീ അങ്ങോട്ട് ചെന്ന് നോക്കിയ മഴ ഉണ്ടോ? തപ്പുന്നൊന്നും മണി ഇവിടെ അല്ലേലും അങ്ങനെ ഒരു ഉത്തരവാദിത്വമില്ല. എവിടെയോട്ടെല്ലാം വായി വെച്ചുകൊണ്ട് ഇട്ടേച്ച് കാണാതെ പോയി, കണ്ടില്ല എന്ന് പറഞ്ഞ് വഴക്കായപ്പോഴും 2 പെണ്ണുങ്ങളും ഉണ്ട്. മാല കിട്ടി. അയ്യോ, മാല കിട്ടിയോ? ഇതെവിടെ ഇരുന്നു? എവിടെയോട്ടേലും വാരി ഇട്ടേച്ച് ഊരി വലിച്ചെറിഞ്ഞേച്ച് കണ്ടില്ലെന്ന് പറയും. നടി പോണോ നിന്റെ മാല? കിട്ടി. വേണ്ട, ചുമ്മാ നീ എടുത്ത് മാറ്റി വെച്ചതാ. ഇത് മനഃപൂർവ്വം മാറ്റി വെച്ചാ. ഞാൻ വെച്ചിടത്തല്ലായിരുന്നു ഇത് ഇരുന്നത്. കഴപ്പ് പിടിപ്പിക്കാൻ തന്നെ ഒപ്പിച്ച പണിയായത്. കൊച്ചോ, ഇത് കണ്ടോ? ഇത് നിന്റെ മാലയല്ലേ?
ഇപ്പോഴല്ലേ കിട്ടിയത് കണ്ടു. ഇതാ ഇവിടുത്തെ കളി. ഇവിടുത്തെ ഒരു ഉത്തരവാദിത്തം ഈ അമ്മയ്ക്കാണേലുണ്ടല്ലോ ഈ മൂത്ത മരുമോളോ ഈ ഇളയ മരുമോളോടെ ഇഷ്ടം. ഞാനിവിടെ വെറും ഒരു പുറമ്പോക്കാണ്. ഞങ്ങൾക്കമ്മേ ഞങ്ങൾക്ക് ഇച്ചിരി പണത്തിന് കുറവുണ്ടെന്നേ ഉള്ളൂ കേട്ടോ. ഞങ്ങൾക്ക് അഭിമാനത്തിനൊന്നും ഒരു കുറവുമില്ല കേട്ടോ. അത് ആദ്യം അമ്മ മനസ്സിലാക്കണം. മറ്റുള്ളവരും